മാലിന്യക്കയമായി ഇടക്കൊച്ചി വലിയ കുളം. മാലിന്യം നിറഞ്ഞ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന ഈ കുളം എത്രയും വേഗം ശുചീകരിച്ച് സംരക്ഷിക്കാൻ നഗരസഭ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ. സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും കുളത്തിന്റെ തകർന്ന പാർശ്വഭിത്തികളും പ്രദേശവാസികൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. MP, MLA ഫണ്ടുകൾ ഉപയോഗിച്ച് കുളം നവീകരിക്കുകയും കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. പ്രദേശവാസികളുടെ പ്രധാന ശുദ്ധജല സ്രോതസ്സായിരുന്ന ഇടക്കൊച്ചി ജ്ഞാനോദയം ക്ഷേത്രത്തിന് മുൻവശത്തെ വലിയ കുളം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. അധികൃതരുടെ അവഗണനയും സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടവും മൂലം ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ് ഈ ജലാശയം. ഏറെക്കാലമായി കുളം ശുചിയാക്കാത്തതിനെ തുടർന്ന് വെള്ളം പൂർണ്ണമായും അശുദ്ധമായിരിക്കുകയാണ്. കുളത്തിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നത് പ്രദേശത്ത് വലിയ ദുർഗന്ധത്തിന് കാരണമാകുന്നു. കുളത്തിന് സമീപത്തുള്ള കുട്ടിക്കൃഷ്ണൻ വൈദ്യർ ഓപ്പൺ സ്റ്റേജിൽ രാത്രികാലങ്ങളിൽ തമ്പടിക്കുന്ന സാമൂഹ്യവിരുദ്ധർ മദ്യപാനത്തിന് ശേഷം പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും കുളത്തിലേക്ക് വലിച്ചെറിയുന്നത് പതിവായിരിക്കുകയാണ്. കുളത്തിന്റെ ഗേറ്റുകൾ പോലും ഇവർ തകർത്തു കഴിഞ്ഞു. മത്സ്യങ്ങളൊക്കെ ചത്ത് പൊങ്ങി ചീഞ്ഞ് മണം തന്നെ അവിടെ കല്ലിടിഞ്ഞ് ആളുകൾക്ക് എപ്പോഴാണ് ഒരു അപകടം ഉണ്ടാകണമെന്ന് പറയാൻ പറ്റില്ല. അതേപോലത്തെ രീതിയിലാണ് ഇതിൻ്റെ ഭിത്തിയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അതൊക്കെ ഒന്ന് ശരിയാക്കണമെന്ന് ഇവിടുത്തെ അധികാരികൾ കണ്ണു തുറക്കണില്ല. ഈ അധികാരികളെന്ന് പറഞ്ഞിട്ട് നമ്മൾ വോട്ട് ചെയ്ത് വിടുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അവര് അത് ചെയ്യേണ്ടത് അത് ചെയ്യാറില്ല. കുളത്തിന് ചുറ്റും ആലുകൾ ഉൾപ്പെടെയുള്ള പാഴ്മരങ്ങൾ വളർന്നു പന്തലിച്ചതോടെ ഇവിടുത്തെ പാർശ്വഭിത്തികൾ പലയിടത്തും ഇടിഞ്ഞു താഴ്ന്നു. ഇത് സമീപത്തെ നടവഴി ഏതു നിമിഷവും കുളത്തിലേക്ക് പതിക്കാൻ കാരണമായേക്കാം. പണ്ട് വേനൽക്കാലത്ത് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായിരുന്ന ഈ കുളം ഇന്ന് ഭീതിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കുളം ശുചിയാക്കി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ പലരും സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്ന് യാതൊരു സഹകരണവും ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യ കാര്യമാണ്. 3 വർഷമായി ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ട്. അതുകൊണ്ട് വെള്ളം ദുഷിച്ച് ആണ് ഈ മീൻ ചത്തുപൊങ്ങണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. കാലത്തുള്ള കുളമാണിത്. പക്ഷേ ഇപ്പോൾ ഈ മീനൊക്കെ ചത്ത് ചെയ്തിട്ട് എന്തും മണവും ഇവിടെ നിൽക്കാൻ പറ്റണില്ല. ഇഷ്ടംപോലെ മീൻ ചത്ത് പൊങ്ങുന്നുണ്ട്. MP, MLA, നഗരസഭ അധികൃതർ എന്നിവർ ചേർന്ന് CSR ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി കുളം നവീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം കുളം ശുദ്ധീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ആരെ വേണമെങ്കിലും ഇവിടെ വന്ന് കാണാനും പിടിക്കാനും സംസാരിക്കാനായിട്ടൊക്കെ സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഈ വെള്ളത്തിൽ എല്ലാ മീനുകളും പൊങ്ങി ഇപ്പോൾ കണ്ടതാണെന്നല്ലേ, കരിന്തുകളും കാക്കകളും ചൂട് ആട് വെട്ടണം, ഇതെല്ലാം വെട്ടിക്കളയണം, വെള്ളം ശുദ്ധീകരിക്കണം. അവിടുത്തെ ശുദ്ധീകരിച്ചില്ലെങ്കിലും വെള്ളം പമ്പ് ചെയ്യാൻ നേരത്ത് അവിടുത്തെ മണ്ണിടിയുന്നതുകൊണ്ട് അവിടുത്തെ കിഴക്ക് വശത്തെ ഭാഗത്ത് വിടവ് വന്നേക്കണേ, ഒരു 30 സെന്റിമീറ്ററോളം വിടവ് വന്നേക്കണേ മോട്ടറിട്ട് വെച്ച് വലിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശരിക്കും രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.